ഇറ്റ്സ് വെനസ്ഡേ മോർണിംഗ്. ഇപ്പോൾ ടൈം ഒരു 11 o'clock ആയിട്ടുണ്ട്. ഞാൻ ആൻറ്റിയുടെ കൂടെ ഒരു പർച്ചേസിന് വന്നതാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഓണത്തിന് മുന്നുള്ള കുറച്ച് ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും ടൗണിലൊക്കെ അത്യാവശ്യം തിരക്കായിരിക്കും. അപ്പോൾ എനിക്കായിട്ടൊന്നും വാങ്ങേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻറ്റിയുടെ കൂടെ ഞാൻ കൂട്ടുവന്നതാണ്. ഇൻട്രൊഡക്ഷനിൽ വെനസ്ഡേ മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെന്നാ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഫ്രൈഡേ ആകുമായിരിക്കും. കാരണം നാളെ എനിക്കൊരു എൻഗേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് തിരക്കായിരിക്കും. എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്ന പോലെ അപ്ലോഡ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഞാനും ആൻറ്റിയും കൂടെ ലേഡി സ്റ്റോർ വന്നേക്കാം. ആൻറ്റിക്ക് 1-2 ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. 1-2 ഷോപ്പിൽ കയറുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ എല്ലാം കൂടെ ഒറ്റ സെറ്റായിട്ട് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇറങ്ങിയതാണ്. ആൻറ്റിക്ക് കുറച്ച് ലേഡീസ് ഐറ്റംസ് വാങ്ങണമായിരുന്നു. ഇത് നമ്മൾ കയറിയ സെയിം ഷോപ്പിൽ തന്നെയാണ്, പക്ഷെ വേറെ ബില്ലിംഗ് സെക്ഷനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആൻറ്റിക്ക് വേണ്ട കുറച്ച് ക്രാബ്സും കുറച്ച് സ്റ്റിക്കേഴ്സും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ബില്ലടിച്ച് കിട്ടി. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബേബി ഗേൾസിനൊക്കെ പറ്റിയ കുറേ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ നമുക്ക് ബേബി ബോയ് ആയതുകൊണ്ട് ഇതൊന്നും വാങ്ങലില്ല. പക്ഷെ നല്ല ക്യൂട്ടായിട്ട് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ത്രൂ ഔട്ട് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എടുക്കുക. കാരണം എനിക്ക് വീഡിയോ എടുത്തു തരാൻ വിച്ചുമില്ല, ആരുമില്ല. ആൻറ്റിക്ക് അത്ര ഇതായിട്ട് പറ്റത്തില്ല. അതുമല്ല നമുക്ക് തിരക്കാണ്, ഒത്തിരി ഷോപ്സിൽ കയറാറുണ്ട്. അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് എടുത്തേക്കുന്നത്. ഞാനങ്ങനെ ബില്ലിംഗ് സെക്ഷനിൽ നിന്നപ്പോഴാണ് ഈ കിഡ്സൊക്കെ യൂസ് ആക്കുന്ന മിനി ഫാൻ ഇല്ലാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബില്ലിംഗ് സെക്ഷനിൽ. അപ്പോൾ എനിക്കത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ആരും ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളൊരു പ്രാവശ്യം കോവിലിൽ പോയപ്പോൾ ഒരു കുട്ടിയുടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരും ഇത് വേണമെന്ന് വെച്ചിട്ട് ഭയങ്കര ഇതാക്കി. പക്ഷേങ്കിൽ വിച്ചു കാരണം ഇത് യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എന്തോ 70 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളതെന്ന് തോന്നുന്നു. അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ഷോപ്പിൽ തന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് മാറി. ആൻറ്റിക്ക് സ്ലിപ്പർ നോക്കണമായിരുന്നു, പിന്നെ നോർമൽ ഒരു ചപ്പൽ നോക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ മിക്കതും ഓഫറിലിട്ടേക്കുക കേട്ടോ. ഓൺ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഓഫറിലിട്ടേക്കുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്ലിപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻറ്റിക്ക് ബാത്റൂമിലോട്ടും അല്ലാണ്ടൊക്കെ ആയിട്ട് കുറച്ച് ഹാപ്പിക്കും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി. പക്ഷേങ്കിൽ ഇതിലുണ്ടായിരുന്ന ഇത് കോംബോ പാക്ക് കേട്ടോ. പക്ഷേ ഇതിലുണ്ടായിരുന്നത് എന്തൊക്കെയോ ആൻറ്റിക്ക് വേണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുക ചെയ്താൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ മറന്നു പോകും. പിന്നെ നമ്മൾ ആ ഒരു റോയിൽ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്ന് നോക്കുന്ന വഴിക്ക് കാണുന്നതൊക്കെ നമ്മൾ അങ്ങനെ പെറുക്കി എടുക്കുമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് എനിക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു കാറും അതുപോലെ ടൂത്ത് ബ്രഷും കൂടെ കണ്ടിട്ട് ആരും ഒത്തിരി ടൂത്ത് ബ്രഷ് ഉണ്ട്, എപ്പോഴും കൊണ്ട് കളയും, എപ്പോഴും വാങ്ങും, അങ്ങനെ ചെയ്യണേ. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് കാർ ഇത്തിരി ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് ജസ്റ്റ് വാങ്ങി. ഈവൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാനും ആൻറ്റിയും കൂടിയാണ് പോയത്. ഒത്തിരി ഷോപ്പിൽ പോകേണ്ടതുകൊണ്ട് തന്നെ ആരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെല്ലുന്ന ടൈമിൽ പുള്ളി എന്തെങ്കിലും കൊണ്ടില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ പിന്നെ ആ മിനി ഫാനും വാങ്ങി, ആ ടൂത്ത് ബ്രഷിൻ്റെ ആ ഒരു പാക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ണിൽ കാണുന്ന എന്തൊക്കെയോ പെറുക്കി എടുത്തു. ഞാൻ പൊതുവെ പുറത്തിങ്ങനെ ഷോപ്പിൽ പോകണമെങ്കിൽ ഇങ്ങനെയാണ്, എനിക്ക് കാണുന്നതെല്ലാം വേണം. പക്ഷേ ഇതൊന്നും യൂസ് ആക്കാൻ ഉണ്ടാവില്ല. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെ ടിൻസ്, പാത്രങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും വിച്ചും കൂടെ പോകുമ്പോൾ ചുമ്മാ ഞാൻ പെറുക്കിയെടുക്കും. പക്ഷേ റീസൺലി ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കുക. കാരണം എനിക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റെൻറ്റിനാണല്ലോ. അപ്പോൾ ഇവിടുന്ന് പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ റീസൺലി അങ്ങനെ ഒന്നും വാങ്ങാറില്ല. അപ്പോൾ വിച്ചുവിനോട് പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പെറുക്കിയെടുത്തുകൊണ്ട് വരരുതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ പർച്ചേസ് ആൻറ്റിക്കായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതൊക്കെ പെറുക്കി എടുത്തു. പിന്നെ അതുപോലെ തന്നെ ആൻറ്റിക്ക് ഒരു ചെറിയ അലൂമിനിയം കലം വേണമായിരുന്നു. അതുപോലെ തന്നെ അത് വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ അടുപ്പിലൊക്കെ വെക്കുന്നവർക്ക് അറിയാൻ പറ്റും. അത് വെക്കുന്ന ഒരു റൗണ്ടിലുള്ളൊരു സംഭവം, അതെന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. അതും വേണമായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ കിട്ടി. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ ഷോപ്പിംഗ്. പിന്നെ നമുക്ക് തൊട്ടടുത്ത് വേറൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ ഷോപ്പിലോട്ട് ഇറങ്ങി. ഇപ്പം മറ്റേ ബസാർ ടൈപ്പ് ഷോപ്സാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പോയത് ബഡാ ബസാറിലാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് TK ബസാർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. KSRT സ്റ്റാൻഡ് ഓപ്പോസിറ്റാണ് ചേർത്തലയിൽ, അവിടെ കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഷോപ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫറും ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഷോപ്പിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്, അതായത് ന്യൂ ഷോപ്പിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇതിപ്പോൾ ഫ്രണ്ടിൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ആ ആൻറ്റിക്ക് ഒരു കത്രിക വേണമെന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതങ്ങനെ നോക്കുക. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കത്രിക കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻറ്റിക്ക് ആദ്യം പോയ ഷോപ്പിൽ കിട്ടാത്തതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങണമായിരുന്നു. പിന്നെ നമ്മളതൊക്കെ നോക്കി അങ്ങനെ ഇറങ്ങി.
അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. 2 ഷോപ്പിലും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിനൊന്ന് ഓഫറായിട്ടും അങ്ങനെയുണ്ട്. ചില ഐറ്റംസിന് അവിടെയാണ് വിലക്കുറവ്, ചില ഐറ്റംസിന് ഇവിടെയാണ് വിലക്കുറവ്, ചിലതിൽ ക്വാളിറ്റി ബേസിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻറ്റിക്കാണെങ്കിൽ കേർട്ടണും അതുപോലെ തന്നെ മാറ്റും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. അവിടുന്ന് ബില്ലടിച്ചിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ചേർത്തല മാർക്കറ്റിലോട്ടാണ്. ഇതിപ്പോൾ നമ്മളുള്ളത് അങ്ങാടിയിലാണ്. ഇതിപ്പോൾ അങ്ങാടിയിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും. ഫ്രഷ് ആയിട്ട് കിട്ടും. വെജിറ്റബിൾസ് ആണെങ്കിലും അതെ, ചിക്കൻ ആണെങ്കിലും അതെ, ഫിഷ് ആണെങ്കിലും അതെ, എന്താണെങ്കിലും ഫ്രഷ് ആയിട്ടും അതുപോലെ കുറച്ചുകൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ, ലാഭത്തിൽ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ അങ്ങാടിയിൽ വന്നതാണ്. അങ്ങാടിയിൽ നിന്ന് വലിയ പർച്ചേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻറ്റിക്ക് കുറച്ച് വറ്റൽമുളക് പൊടിപ്പിക്കാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ മല്ലിയൊക്കെ പൊടിപ്പിക്കാനുണ്ടായിരുന്നു. ഓണമൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെ പൊടിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പൊടിപ്പിക്കുന്ന കടയിലെത്തി. ഇത് പൊടിപ്പിക്കുന്ന ഒരു ഏരിയ കേട്ടോ, മീൻസ് മില്ലാണോ എന്താ എനിക്ക് പറയാൻ പറ്റില്ല, മില്ലാന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈമേ ഷോപ്പിൽ വരുന്നത്. ഇതൊരു പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഫുൾ ഇങ്ങനെ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും. നമ്മൾ വിച്ചുമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും വിച്ചു എപ്പോഴും പറയും നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഇത് പൊടിപ്പിക്കുന്ന ഏരിയ എന്ന് വിച്ചു എപ്പോഴും പറയും. ഞങ്ങളിവിടെ വന്നിട്ടില്ല, ആൻറ്റിയായിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു കടയായിരുന്നു കേട്ടോ. നല്ല വൃത്തിയുള്ള കടയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കൊണ്ടിരുന്ന സാധനം മാത്രമല്ല, അല്ലാണ്ട് ഇവിടെ പൊടിച്ചിട്ട് ഒരു ബൾക്കായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പോൾ ആൻറ്റി മുളകും മല്ലിയൊക്കെയാണ് പൊടിപ്പിച്ചെടുത്തത്. ഇതൊക്കെ ഓണത്തിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻസാണ്. കാരണം ഓണത്തിന് അത്യാവശ്യം നമ്മൾ ഫുഡൊക്കെ ആക്കും, തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ വന്ന് വാങ്ങുന്ന കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് നേരത്തെ ആയിട്ട് ഓണത്തിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പൊടിയൊക്കെ പൊടിച്ച് കിട്ടി. പെട്ടെന്ന് 10 മിനിറ്റിനകത്ത് എല്ലാം റെഡിയായി കിട്ടി. അപ്പോൾ അത്രയുള്ള നമ്മുടെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാണുന്നവരെ ബൈ.